Hi dears, welcome back to my channel. ആർഭാടങ്ങളൊന്നുമില്ലാത്ത എൻ്റെ കുഞ്ഞടുക്കളയിലെ കുഞ്ഞു പാചക വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോകൾക്കും തന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം കേട്ടോ. ഇപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് കയറുന്നില്ല, കാരണം എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ നിങ്ങളോടൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിച്ചതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യണം. അല്ല, ഞാൻ വീഡിയോ ഇടുന്നതിൽ വല്ല തെറ്റും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻ്റെ കമൻറ്റിൽ കൂടി തന്നെ അറിയിക്കാവുന്നതാണ് കേട്ടോ. ചട്ടി ഇറച്ചി തയ്യാറാക്കുന്നതിനായിട്ട് 1 കിലോ ബീഫ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് കഴുകി വെള്ളം വാലാനായിട്ട് വെച്ച് കൊടുത്തു. ചട്ടി ഇറച്ചി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ടുള്ള മസാലക്കൂട്ടാണ് ഇനി ഞാൻ റെഡിയാക്കുന്നത്. ഒരു പാനിലേക്ക് 1 വലിയ സ്പൂണ് മുളക് പൊടിയും 2 വലിയ സ്പൂണ് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടി 1 സ്പൂണും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പൊടികളെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ചൂടാക്കി എടുക്കണം. അപ്പോൾ പൊടികളെല്ലാം ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇറച്ചിയിലേക്ക് ഇതിൻ്റെ പകുതിയോളം മസാലക്കൂട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇറച്ചിക്ക് ആവശ്യമായ ഉപ്പാണ് കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നേരമില്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ആയാലും മതി. ഒരു ചട്ടിയിലേക്ക് ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഇത് നമുക്ക് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം നമുക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സവാളയിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് കേട്ടോ. അതിനുശേഷം തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം നേരത്തെ നമ്മൾ ഇറച്ചിയിൽ ചേർത്തിട്ടുള്ള മസാലക്കൂട്ടിൻ്റെ പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇറച്ചി കൂടി ഇതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കണം. ഇത് നല്ലവണ്ണം ഇതിൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം വെള്ളമൊക്കെ ഇതിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ നല്ലവണ്ണം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്, നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് മൂടി കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി ഇറച്ചി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കണ്ട. അപ്പോൾ അതിലൊരു ഓൾ ഓൺ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പ്ലീസ്.